അടിക്കണം. അതായത് സി പി എമ്മിൻ്റെ ഇന്നത്തെ നേതൃത്വത്തിനെ അടിക്കണം. സി പി എമ്മിൻ്റെ ഇന്നത്തെ നേതൃത്വത്തിൻ്റെ മസ്തകം പൊളിക്കണം. സി പി എമ്മിൻ്റെ ഇന്നത്തെ നേതൃത്വത്തെ വേരോടെ അറുത്താൽ മാത്രമേ അടുത്ത 5 വർഷം കഴിഞ്ഞെങ്കിലും സി പി എമ്മിന് ജീവനോടെ തിരിച്ചു വരാൻ കഴിയൂ. പിണറായി വിജയൻ പോകണം. പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ തുടർഭരണം ഉണ്ടാവരുത്. പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ തുടർഭരണം ഉണ്ടായാൽ സി പി എം തകരും. അതുകൊണ്ട് 5 വർഷം കഴിഞ്ഞെങ്കിലും സി പി എമ്മിനെ ജീവനോടെ കാണണമെങ്കിൽ പിണറായി വിജയൻ പോകണം. നമസ്കാരം. കേരളം ഇന്നേ വരെ കണ്ട ഭരണകൂടങ്ങളിൽ ഏറ്റവും ജീർണതയാർണിച്ച ഭരണകൂടം ഏതാണ് എന്ന് ചോദിച്ചാൽ അർത്ഥശങ്കയ്ക്കിടയില്ലാതെ പറയാൻ സാധിക്കും, ബഹുമാന്യനായ മുഖ്യമന്ത്രി പിണറായി വിജയൻ നയിക്കുന്ന സർക്കാരാണ് കേരളം കണ്ട ഏറ്റവും വലിയ ജീർണതയുടെ പര്യായമായ സർക്കാർ എന്നാണ്. ഇതെന്റെ വാക്കുകളല്ല, സാമൂഹ്യ നിരീക്ഷകനും രാഷ്ട്രീയ പ്രവർത്തകനുമായ അഡ്വക്കേറ്റ് KM ഷാജഹാന്റെ വാക്കുകളാണ്. എങ്ങനെയാണ് പിണറായി വിജയൻ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുച്ചൂടും മുടിയാൻ പോകുന്നത്, CPM എന്ന പാർട്ടി എങ്ങനെയാണ് പൊട്ടിത്തകർന്നടിഞ്ഞില്ലാതെയാകാൻ പോകുന്നത് എന്നുള്ളത് കൃത്യമായി ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ വിശദീകരിക്കുമ്പോഴാണ് അഡ്വക്കേറ്റ് KM ഷാജഹാൻ ഇത്തരത്തിൽ പ്രതികരിച്ചത്. ബംഗാളിലും ത്രിപുരയിലും ഭരിച്ച പാർട്ടി ഇന്ന് അവിടെ പൊടി പോലുമില്ല കണ്ടുപിടിക്കാൻ എന്ന പരസ്യത്തിൽ പറയുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തിയിരിക്കുന്നു. എന്തുകൊണ്ടാണ് ബംഗാളിലും ത്രിപുരയിലും CPM എന്ന പാർട്ടി ഇത്ര കണ്ട് നാമാവശേഷമായി പോകാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ കെടുകാര്യസ്ഥതയുടെ പര്യായം തന്നെയായിരുന്നു അന്ന് ആ ഭരണം എന്നാണ് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുക. കേരളത്തിലും തത്തുല്യമായ അവസ്ഥ വന്നിരിക്കുന്നു എന്നാണ് KM ഷാജഹാൻ എടുത്തു പറയുന്നത്. ഭരിച്ചു 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 കുളിപ്പിച്ചു കുളിപ്പിച്ച് കുട്ടിയെ ഇല്ലാതാക്കുന്നു എന്നുള്ളൊരു ചൊല്ലുണ്ട്. ആ ചൊല്ലിനെ അന്വർത്ഥമാക്കുന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോൾ കേരളത്തിലെ ബഹുമാന്യനായ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഭരിച്ചു ഭരിച്ച് കേരളത്തെയും ഒപ്പം ഭരണ പാർട്ടിയായ CPM-നെയും കേരളത്തിൽ ഇല്ലാതെയാക്കും എന്നാണ് KM ഷാജഹാൻ തുറന്നടിച്ചത്. അതുകൊണ്ട് 2024 പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയെയും പിണറായി വിജയൻ പ്രതിനിധാനം ചെയ്യുന്ന CPM എന്ന പാർട്ടിയെയും ഒരു പാഠം പഠിപ്പിക്കുവാൻ കേരളത്തിലെ ജനങ്ങൾ കാത്തിരിക്കുന്നു. തീർച്ചയായും പിണറായി വിജയനെതിരെ വരുന്ന വോട്ടുകൾ അല്ലെങ്കിൽ പിണറായി വിജയനെ തോൽപ്പിക്കാൻ ഉതകുന്ന രീതിയിൽ പോളിംഗ് ബൂത്തിലേക്ക് നീങ്ങുന്ന ആളുകൾ വോട്ട് രേഖപ്പെടുത്തുന്നത് ആരാണ് എന്നുള്ളത് കൃത്യമായി തന്നെ ഷാജഹാൻ തുറന്നടിച്ചിരിക്കുന്നു. അഥവാ ആ രഹസ്യമാണ് ഷാജഹാൻ പങ്കുവെക്കുന്നത്. പിണറായി വിരുദ്ധ വികാരം ഒരു സൈഡിൽ നിൽക്കുന്നു, പിണറായി ഭരണവിരുദ്ധ വികാരം മറ്റൊരു ദിശയിൽ നിൽക്കുന്നു, ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ വികാരം മറ്റൊരു സ്ഥലത്ത് നിൽക്കുന്നു, ആഗോള അയ്യപ്പ സംഗമത്തിൽ പിണറായിയോടുള്ള വിരോധം മറ്റൊരു ദിശയിൽ നിൽക്കുന്നു. ആഗോള അയ്യപ്പ സംഗമത്തിൽ കെടുകാര്യസ്ഥത നടത്തി അതിൽ നിന്നും കോടികൾ അടിച്ചു മാറ്റിയ മറ്റൊരു വിരോധം അയ്യപ്പ വിശ്വാസികൾക്കിടയിൽ രൂഢമൂലമായി അങ്ങനെ നിൽക്കുന്നു. ഇതിനെല്ലാം ഉപരിയാണ് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിനെ കരുവാക്കിക്കൊണ്ട് നടത്തിയ സഹതാപ തരംഗം ഉണ്ടാക്കിയെടുത്ത് വീണ്ടും അധികാരത്തിൽ വരാൻ നടത്തിയ നാടകം. ആ നാടകത്തിനും ശക്തിയായ ജനവിരുദ്ധ വികാരം പിണറായിക്കെതിരെ നിലനിൽക്കുന്നു. എന്നാൽ ഇത്തരം വികാരങ്ങളെല്ലാം പിണറായി വിജയന് കിട്ടുവാനുള്ള അല്ലെങ്കിൽ CPM-ന് കിട്ടുവാനുള്ള വോട്ടുകൾ നഷ്ടപ്പെടുത്തും എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. ഇതിനെല്ലാം ഉപരി പിന്നെ എങ്ങനെയാണ് പിണറായി വിജയൻ പരാജയത്തിന്റെ പടുകുഴിയിലേക്ക് പോകാൻ പോകുന്നത്, ആരൊക്കെയാണ് പിണറായി വിജയനെ വോട്ട് ചെയ്ത് അല്ലെങ്കിൽ പിണറായി വിജയനെതിരായി വോട്ട് ചെയ്ത് പിണറായി വിജയനെ നശിപ്പിക്കാൻ ഒരുങ്ങുന്നത് എന്നുള്ളതിന്റെ കൃത്യമായ വിവരണമാണ് ഷാജഹാൻ നൽകുന്നത്. CPM-ന്റെ ചെങ്കോട്ട എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കൊല്ലത്തും ആലപ്പുഴയിലും കണ്ണൂരിലുമെല്ലാം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ 8 നിലയിൽ CPM പൊട്ടുന്ന കാഴ്ചയാണ് കണ്ടത്. പയ്യന്നൂരിൽ CPM-ന്റെ ഒരു വിമത സ്ഥാനാർത്ഥി 1600-ലധികം വോട്ടിന് വിജയിക്കുകയും മറ്റൊരു മണ്ഡലത്തിൽ CPM-ന്റെ സ്ഥാനാർത്ഥി 140 വോട്ട് മാത്രം നേടി പരാജിതനായി നിൽക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത്. എന്തുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഈറ്റിലം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കണ്ണൂരിലും പയ്യന്നൂരിലുമെല്ലാം ഇത്രത്തോളം CPM-ന്റെ വിരുദ്ധ വികാരം എങ്ങനെയുണ്ടായി, CPM-നെതിരെയായി ഇങ്ങനെ ഒരു വികാരം എങ്ങനെയാണ് ഉടലെടുത്തത് എന്ന് ചോദിക്കുമ്പോൾ അതിന് ഒരേ ഒരു ഉത്തരമേ ഉള്ളൂ. 10 വർഷക്കാലം കേരളം ഭരിച്ചു 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 മുടിച്ച പിണറായി വിജയൻ എന്ന ഭരണാധികാരിയോടുള്ള ഭരണവിരുദ്ധ വികാരം തന്നെയാണ്. കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ മന്ത്രിസഭയെയാണ് പിണറായി വിജയൻ പ്രതിനിധാനം ചെയ്യുന്നത്. CPM-ന്റെ പേരിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ പേരിൽ വോട്ട് നേടി ആ പ്രസ്ഥാനത്തിന് നിരക്കാത്ത രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും പിണറായി വിജയൻ കണ്ടുപിടിച്ച് ചെയ്യുന്നു. അഴിമതിയിൽ മുങ്ങിക്കുളിച്ചു നിൽക്കുന്ന ഇത്രത്തോളം ജീർണത ബാധിച്ച മറ്റൊരു സർക്കാർ കേരളത്തിൽ ഇന്നേ വരെ ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് KM ഷാജഹാൻ തുറന്നടിച്ചത്. കൊല്ലം കോർപ്പറേഷൻ ഉണ്ടായ കാലം മുതൽ കോർപ്പറേഷൻ ഭരിക്കുന്നത് CPM-ആണ്, ഇടതുപക്ഷമാണ്. എന്നാൽ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കൊല്ലം കോർപ്പറേഷന്റെ ഭരണം CPM-ന് നഷ്ടമായത് എങ്ങനെയാണ് എന്നുള്ളതാണ് ഷാജഹാൻ ചോദിക്കുന്നത്. എന്തിന് 2024 തെരഞ്ഞെടുപ്പിന് ശേഷം ചേർന്ന കേരളത്തിലെ എല്ലാ ജില്ലാ കമ്മിറ്റികളിലും പിണറായി വിജയൻ എന്ന ഭരണാധികാരിയുടെ കെടുകാര്യസ്ഥതയ്ക്കെതിരെ പിണറായി വിജയൻ എന്ന ഭരണാധികാരിയെ തിരുത്തണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് തന്നെയാണ് എല്ലാ ജില്ലാ കമ്മിറ്റികളിലും യോഗം ചേർന്നത് എന്നുകൂടി ഷാജഹാൻ എടുത്തു പറയുന്നു.
ഒരു തുടർ ഭരണം കിട്ടുന്നതിന് വേണ്ടി ഈഴവ സമുദായത്തെ അടുപ്പിച്ചു നിർത്തുന്നതിന് വേണ്ടി വെള്ളാപ്പള്ളി നടേശന്റെ തോളിൽ കൈയിട്ടുകൊണ്ട് വെള്ളാപ്പള്ളി നടേശനെ സ്വന്തം കാറിൽ ആനയിച്ചുകൊണ്ട് ആഗോള അയ്യപ്പ സംഗമത്തിൽ വരുന്നു. NSSന്റെ അധ്യക്ഷനായ സുകുമാരൻ നായരെ അദ്ദേഹത്തിന്റെ മകളുടെയും മകന്റെയും പേരിലുമുള്ള കേസുകൾ ഉയർത്തി കാണിച്ചുകൊണ്ട് സുകുമാരൻ നായരുടെ തോളിൽ കൈയിട്ടുകൊണ്ട് നായർ സമുദായത്തിന്റെ വോട്ടുകൾ ഉറപ്പാക്കുന്നു. നായർ സമുദായത്തിന്റെ വോട്ടുകളിൽ ലക്ഷ്യമിട്ടുകൊണ്ട് തന്നെയാണ് പിണറായി വിജയൻ സുകുമാരൻ നായരുടെ മരുമകന്റെ കേസുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്തത് എന്ന് ഒരു വശത്ത് നിൽക്കുന്നു. മറുവശത്ത് പുന്നല ശ്രീകുമാരനെ കൂട്ടുപിടിച്ചുകൊണ്ട് പിന്നോക്ക ദളിത് വിഭാഗത്തിന്റെ വോട്ടുകളും ഉറപ്പാക്കി ഒരു തുടർ ഭരണം നേടാമെന്നുള്ള പിണറായി വിജയന്റെ സ്വപ്നം വ്യാമോഹം മാത്രമാണ് എന്ന് അഡ്വക്കേറ്റ് KM ഷാജഹാൻ തുറന്നടിക്കുന്നു. CPM-നെ ആരാണ് തോൽപ്പിക്കാൻ പോകുന്നത്? പിണറായി വിജയനെ ആരാണ് തോൽപ്പിക്കാൻ പോകുന്നത്? കൃത്യമായ ഭരണവിരുദ്ധ വികാരം പിണറായി വിരുദ്ധ വികാരം തന്നെയാണ് എങ്കിലും യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർ തന്നെയാണ് പിണറായി വിജയനെ തോൽപ്പിക്കുവാൻ വേണ്ടി ഒരുങ്ങി നിൽക്കുന്നത്. കാരണം ഈ കുറി പിണറായി വിജയനെതിരായി വോട്ട് ചെയ്ത് തോൽപ്പിച്ച് മാറ്റി നിർത്തിയാൽ മാത്രമേ തുടർന്നൊരു 5 വർഷം കഴിഞ്ഞെങ്കിലും CPM ഭരണത്തിലേക്ക് തിരിച്ചു വരാൻ സാധ്യതയുള്ളൂ. അതുകൊണ്ട് CPM കേരളത്തിൽ നിലനിൽക്കണം എന്ന് ആഗ്രഹിക്കുന്ന യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർ തന്നെയായിരിക്കും ഇക്കുറി പിണറായി വിജയനും CPM-നും എതിരായി വോട്ട് രേഖപ്പെടുത്തുക എന്നുള്ള രഹസ്യം തന്നെയാണ് ഇപ്പോൾ ഷാജഹാൻ തുറന്നടിച്ചിരിക്കുന്നത്. ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് കേരളം കണ്ട ഏറ്റവും ജീർണിച്ച ഭരണകൂടമാണ് പിണറായി വിജയന്റേതെന്നും ഏറ്റവും കൂടുതൽ കെടുകാര്യസ്ഥതയുള്ള, ഏറ്റവും കൂടുതൽ അഴിമതി നടത്തിയ, ഏറ്റവും കൂടുതൽ സ്വജനപക്ഷാപാതവും അരാജകത്വവും നടത്തിയ സർക്കാരാണ് പിണറായി വിജയന്റേതെന്ന് KM ഷാജഹാൻ തുറന്നടിച്ചത്. KM ഷാജഹാൻ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് പിണറായി വിജയനെതിരെയും പിണറായി വിജയന്റെ സർക്കാരിനെതിരെയും ആഞ്ഞടിച്ചുകൊണ്ടുള്ള പരാമർശങ്ങൾ നടത്തിയത്. അതിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കാണാം. പിണറായി വിജയൻ പോകണം. പിണറായി വിജയന്റെ നേതൃത്വത്തിൽ തുടർ ഭരണം ഉണ്ടാവരുത്. പിണറായി വിജയന്റെ നേതൃത്വത്തിൽ തുടർ ഭരണം ഉണ്ടായാൽ CPM തകരും. അതുകൊണ്ട് 5 വർഷം കഴിഞ്ഞെങ്കിലും CPM-നെ ജീവനോടെ കാണണമെങ്കിൽ പിണറായി വിജയൻ പോകണം. അതിന് UDF എങ്കിൽ UDF, അത്രയേ ഉള്ളൂ. കാരണം എന്താ, അവരുടെ മുമ്പിൽ ബംഗാളും ഉണ്ട്, ത്രിപുരയും ഉണ്ട്. ബംഗാളിലും ത്രിപുരയിലും CPM പോയിട്ട് 10-12 വർഷമായി. 2011 മറ്റോ CPM അങ്ങ് പോയതാണ് ബംഗാളിൽ. 5 വർഷം ഭരിച്ചത്, 5 ടേം ഭരിച്ചതാണ്. 2001 പോയിട്ട് ഇപ്പോൾ 14 വർഷമായിട്ട് അവിടെ CPM-നെ കാണാനില്ല. അവിടെ ഒരു MLA പോലും CPM-നില്ല. ത്രിപുരയിലും 4-5 ടേം ഭരിച്ചു. ത്രിപുരയിലും CPM അതിൻ്റെ വഴിക്ക് പോയി. അപ്പോൾ ബംഗാളിലും ത്രിപുരയിലും CPM പോയതിൽ നിന്ന് ഇവിടുത്തെ അണികളൊരു പാഠം പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അടിക്കണം. അതായത് CPM-ന്റെ ഇന്നത്തെ നേതൃത്വത്തിനെ അടിക്കണം. CPM-ന്റെ ഇന്നത്തെ നേതൃത്വത്തിൻ്റെ മസ്തകം പൊളിക്കണം. CPM-ന്റെ ഇന്നത്തെ നേതൃത്വത്തെ വേരോടെ അറുത്താൽ മാത്രമേ അടുത്ത 5 വർഷം കഴിഞ്ഞെങ്കിലും CPM-ന് ജീവനോടെ തിരിച്ചു വരാൻ കഴിയൂ എന്നുള്ള ഒരു ബോധ്യത്തിൻ്റെ, ഒരു തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിൽ CPM തോക്കണം എന്നുള്ള നിലയിൽ CPM-ന്റെ ഇന്നത്തെ നേതൃത്വത്തിനോട് പകയോടെ, പുച്ഛത്തോടെ, പരിഹാസത്തോടെ വോട്ട് ചെയ്യാൻ പോകുന്നത് CPM-ന്റെ അണികളായിരിക്കും എന്നുള്ളത് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ നമുക്ക് ബോധ്യമുണ്ടാകും. അതിൻ്റെ ഗുണഭോക്താക്കൾ സ്വാഭാവികമായി UDF ആയിരിക്കും. കാരണം അവരാണല്ലോ ജയിക്കാൻ പോകുന്ന മുന്നണി. അതുകൊണ്ട് അടുത്ത തെരഞ്ഞെടുപ്പിൽ CPM-നെ ഏത് ഘടകമാണ് ഏറ്റവും ദോഷകരമായി ബാധിക്കാൻ പോവുക എന്ന് എന്നോട് ചോദിച്ചാൽ അത് ശബരിമലയെക്കാളും അല്ലെങ്കിൽ വേറെ ഏത് ഘടകത്തെക്കാൾ കൂടുതൽ CPM-ന്റെ ഒരു 30-35% വരുന്ന വോട്ട് ബാങ്കിന്, അവരുടെ പരമ്പരാഗതമായി അവരുടെ ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയിട്ടുള്ള വോട്ട് ബാങ്കിൽ ഉണ്ടാകാൻ പോകുന്ന വലിയ തോതിലുള്ള അഭൂതപൂർവമായിട്ടുള്ള, ഇംഗ്ലീഷിൽ പറഞ്ഞാൽ അൺപ്രസിഡൻറ്റഡ് ആയിട്ടുള്ള വോട്ട് ചോർച്ചയായിരിക്കും LDF-നെ തകർക്കാൻ പോകുന്നതും UDF-ന് അടുത്ത തവണ വലിയ ഭൂരിപക്ഷം ഉണ്ടാക്കി കൊടുക്കാൻ പോകുന്നതും എന്നുള്ളത് മെയ് മാസത്തിൽ വോട്ടെണ്ണി കഴിയുമ്പോൾ കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലാവും.